അപ്പം അത്രയും വലിയൊരു ലെജൻഡറി സിംഗർ ശങ്കർ മഹാദേവൻ സാർ അങ്ങനെ പറയുമ്പം അതെനിക്കും ഒന്നും കൂടെ ഒരു റെസ്പോൺസിബിൾ ആയിരിക്കണം ഞാൻ പാട്ടിൻ്റെ കാര്യത്തിൽ ഒന്നും കൂടെ ഞാൻ ചെയ്യണം എന്നുള്ള ആ ഒരു ഇതാ വരുന്നത്. ഓക്കെ. देखते हैं तन मेरा मन में चुभती है नजर होंठ सिल जाते उनके नर्म होठों से मगर गिनती रहती हूँ मैं अपनी करवटों के सिलसिले क्या करूँ कैसे कहूँ रात कब कैसे डले जिया चले जान चले नैनों तले धुआं चले रात भर धुआं चले जानू ना सके रे जिया चले जान चले जिया जले जिया चले जा जले जिया जले. ഓ, ആ ഷോയിൽ ശരിക്കും റാണി മുഖർജിയൊക്കെ പുകഴ്ത്തി സംസാരിക്കുമ്പോൾ നമുക്കൊരു കുളിരാണ്. എന്ന് വെച്ചാൽ മലയാളി ഒരു ഫീലുണ്ടല്ലോ, നമ്മുടെ ഒരു കുട്ടി അവിടെ പോയിട്ട് റാണി മുഖർജിയൊക്കെ ഇങ്ങനെ ഭയങ്കരമായിട്ട് പുകഴ്ത്തുമ്പോൾ അത് കഴിഞ്ഞിട്ട് ഷോ കഴിയുമ്പോഴായിരിക്കും ശരിക്കും അതിൻ്റെ ഒരു ഫീൽ കിട്ടുക. എപ്പോഴാണ് റിയലൈസ് ചെയ്യുന്നത് ഇത്രയും വലിയ പുകഴ്ത്തൽ കിട്ടിയെന്നുള്ളത്? സത്യം പറഞ്ഞാൽ ഞാൻ ഓരോ സ്ഥലത്ത് ഇങ്ങനെ പോയിരിക്കുന്ന സമയത്ത് എനിക്ക് റിയലൈസ് ചെയ്യാനുള്ള ഒരു ബുദ്ധി പൊതുവെ ഉണ്ടാവാറില്ല ഇങ്ങനെ ശരിക്കും ഇത്ര വലിയ ആൾക്കാരാണ് മുമ്പിൽ ഇരിക്കുന്നത് എന്നുള്ളത്. ആ ഒരു നിമിഷം അത് കേട്ട് ഹാപ്പി ആവാന്നല്ലാതെ പിന്നീട് ആ വീഡിയോസൊക്കെ കാണുമ്പോഴാണ് ഇത്രയും വലിയ സിംഗേഴ്സ് ആയിരുന്നു എന്നെക്കുറിച്ച് അങ്ങനെ പറഞ്ഞത്, അത്രയും വലിയ ആൾക്കാരുടെ മുമ്പിലാണല്ലോ പാട്ട് പാടി എന്നുള്ളൊരു റിയലൈസേഷൻ തന്നെ വരുന്നത്. അപ്പോൾ റാണി മുഖർജി വരുന്നതിന് മുന്നേ ഞങ്ങൾ കുറച്ച് ആഡ് ഷൂട്ടൊക്കെ ചെയ്തിരുന്നു റാണിജിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ചാനൽ കുറച്ച് ഒരു മ്യൂസിക്കൽ ഒരു സെഷനൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ഞാനും റാണിജിയായിട്ട്. അപ്പം ഞാനാണ് ആ ഷോയിലേക്ക് ഇൻവൈറ്റ് ചെയ്ത് റാണിജീനെ കയറ്റിയത് സ്റ്റേജിലേക്ക്, റോസൊക്കെ കൊടുത്ത് പാട്ടൊക്കെ പാടി അങ്ങനെ. അപ്പം ഞാൻ ചുപ് കേസെ എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട് പാടി. അതെ. അപ്പൊ റാണിജി പറഞ്ഞു ഐ ഹോപ്പ് ആ മേരെ ഫിലിം മേ പ്ലേ ബാക്ക് കരേ എന്ന് പറഞ്ഞു. അതൊക്കെ വലിയ കോംപ്ലിമെന്റ് ആയിട്ടാണ് കാണുന്നത്. വോയിസിനെ കുറിച്ച് ഒരുപാട് കോംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു റാണിജി. ഇത്രയും നമ്മളിങ്ങനെ കാണുന്ന ആൾക്കാരൊക്കെ കാണാൻ തന്നെ പറയുന്നത് ഒരു ഭാഗ്യമാണ്. അവിടെ വേറെ ഗസ്റ്റുകളൊക്കെ കുറെ പേര് ഉണ്ടായിരുന്നില്ലേ? കുറെ പേര് വന്നിരുന്നു. ഉദിജിന്റെ കൂടെ ഉണ്ടായിരുന്നത് ഒരു ഡിഫറെന്റ് ലാംഗ്വേജിൽ പാട്ടുകൾ പാടി ഞങ്ങൾ രണ്ടുപേരും. പിന്നെ രേഖാജി ആയിരുന്നു ഒരിക്കലും മറക്കാൻ പറ്റാത്ത കുറെ മെമ്മറീസ് ഉണ്ടായത് രേഖാജിന്റെ കൂടെ. പിന്നെ ആലിയ ഭട്ട്, വരുൺ ധാവൻ. വരുൺ ചേട്ടൻ്റെ കൂടെ എനിക്ക് ഒരു അഡ്വർടൈസ്മെന്റ് ചെയ്യാൻ പറ്റി. ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരു ആഡ് ഷൂട്ടൊക്കെ ചെയ്തിരുന്നു. പിന്നെ അങ്ങനെ ഒരുപാട് ഗസ്റ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു അവിടെ, ഒരുപാട് പേര്. പാട്ടുകാരിയാകുമ്പോൾ എപ്പോഴും പാട്ട് പാടണം കേട്ടോ. അപ്പൊ സ്നേഹിതനെ നമുക്ക് പാടാം. ഓക്കെ, രണ്ടും കൂടെ ചേർത്ത് പാടിയാൽ. ഓക്കെ. സ്നേഹിതൻ. चुपके से रात की चादर तले चांद की भी आहट ना हो बादल के पीछे जले इदे अழுத்தம் इदे अணைப்பு வாழ்வினில்லை வரை வேண்டும் வாழ்வினில்லை வரை வேண்டுமே चुपके से लग जा गले रात की चादर तले. സാരിയുടെ ട്രോള് ശരിക്കും സാരി ആയതുകൊണ്ടായിരിക്കും ഇത്രയും ഹൈപ്പ് പോയത്. ഞാൻ ഇടയ്ക്ക് ചോദിക്കണമെന്ന് വിചാരിച്ച വിട്ടുപോയതാ. അറിയില്ല, എന്തൊക്കെയോ കുറെ ഘടകങ്ങളുണ്ടല്ലേ. ഇപ്പോൾ ശ്രേയ ഘോഷാലിന്റെ പറച്ചിലുണ്ട്, പിന്നെ മലയാളികളുടെ നമ്മുടെ ഒരു സ്വാർത്ഥത ഉണ്ടാവാം, ഒരു മലയാളി പെൺകുട്ടി. അതെ, ഒരുപാട് പേര് കമന്റ്സിൽ വന്നിരുന്നു പ്രൗഡ്, അതായത് ഒരു മലയാളി ബീങ് എ മലയാളി പ്രൗഡ് എന്നൊക്കെ പറഞ്ഞിട്ട് മലയാളികളെ സപ്പോർട്ട്. അല്ല, നമ്മുടെ പിള്ളേരൊക്കെ അവിടെ പോയിട്ട് പാടുക,
കപ്പടിച്ചു വരിക എന്നൊക്കെ പറയുന്നത് നമുക്ക് ഭയങ്കര രസമുള്ള പരിപാടിയാണ്. കാരണം ഈ ഹിന്ദി നമുക്ക് അധികം സംസാരത്തിൽ ഇല്ല, ഭാഷ ഭയങ്കര പാടാണ് നമുക്ക്. അപ്പം അവിടെ പോയിട്ട് കപ്പടിച്ചു വരിക, ഇപ്പം ആവിർഭവി തന്നെ പോയിട്ട് ഹിന്ദിയിൽ തന്നെ അവൻ അവിടെ ബിഹേവ് ചെയ്തു എന്ന് പറയുമ്പോൾ കിട്ടുന്ന ഒരു സുഖമുണ്ടല്ലോ, അത് വേറെ ലെവലാണ്. നമുക്ക് മലയാളത്തിൽ പറയുന്ന ഐഡിയ സ്റ്റാർ സിംഗറിൽ നമ്മുടെ ഇവിടുത്തെ ഒരു ഐക്കൺ ഷോ ആണ്. അതിനകത്തും ഈ പറയുന്ന രീതിയിൽ ഒരു സ്റ്റേജ് വരെയൊക്കെ എത്തുക എന്നൊക്കെ പറയുന്നത് തന്നെ വലിയ സമർപ്പണം വേണ്ട ഒരു പരിപാടിയാണ്. നമ്മൾ പഠിത്തം വരെ ചിലപ്പോൾ നമുക്ക് ബ്രേക്കായി പോകുന്ന സിറ്റുവേഷൻ ഉണ്ട്. സ്റ്റാർ സിംഗർ എങ്ങനെയായിരുന്നു ഒരു അനുഭവം? ഞാൻ എൻ്റെ 10th 11th 12th ഈ ഒരു ടൈമിലായിരുന്നു സ്റ്റാർ സിംഗറിൻ്റെ ഷൂട്ട് നടന്നിട്ടുണ്ടായ. ചിത്രാമ്മ, ശരത് സാർ, വേണു അങ്കിൾ, മഞ്ജരി ചേച്ചി, സ്റ്റീഫൻ ചേട്ടൻ അടിപൊളി എക്സ്പെർട്സ് ആണ്. ഇവരൊക്കെ പരിചയപ്പെടാൻ പറ്റി. അതായത് ഈ ഷോ ആ ഒരു സീസൺ കുറേ കാലം നീണ്ടു നിന്നിരുന്നു അതിൻ്റെ ഷൂട്ട്. അപ്പോൾ ഞങ്ങൾ തമ്മിൽ നന്നായിട്ട് അവരൊക്കെ ആയിട്ട് കമ്പനി ആവാൻ പറ്റി. ഞങ്ങൾക്കൊക്കെ ഒരുപാട് മെൻറ്ററിങ് ഒക്കെ കിട്ടി. അപ്പോൾ നല്ല ഷോ ആയിരുന്നു. ഫിനാലയിൽ വന്നതായിരുന്നു ശ്രേയാജി, ഫിനാലയിൽ വന്നിരുന്നു. അവിടെ നിന്നാണ് എനിക്ക് ശ്രേയാജിനെ കാണാനും പരിചയപ്പെടാനൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നത്. അപ്പം ഒരുപാട് മലയാള പാട്ടുകൾ പാടി. അതിനുശേഷം ഹിന്ദിയിൽ നിന്നൊക്കെ വന്നതിന് ശേഷം സ്റ്റാർ സിംഗറിൽ അങ്ങനെയൊക്കെ. അപ്പോൾ ഇനിയൊരു മലയാള പാട്ട് പാടുമോ? ഓക്കെ. ഇരുൾ പരപ്പിൽ ഈറൻമുടിയിൽ തിങ്കൾ കലച്ചൂടി പറന്നുയർന്നൊരു പൊന്നുറുമിയിലെ പൊന്നായി മിന്നി നീ ഏഴിമലയിലെ ഏലമലയിലെ പീലി നീർത്തും മയിലുപോൽ നീ എൻ കനവിൽ കളിയാടുന്നു തീരാമോഹം ഉടലാർന്നവനെ അലകടലൊലിയാരോ കനലൊളിയഴകാരോ തിറയുടെ വരവാരോ കലയുടെ തികവാരോ ആരോ നീയാരോ ആരോ നീയാരോ. ഈ അവിടെ ഉണ്ടാവുന്ന ഒരു സൗഹൃദ അന്തരീക്ഷമുണ്ട്. പ്രത്യേകിച്ച് നിങ്ങൾ ചെറുപ്പത്തിലാണ് പോകുന്നതെങ്കിൽ ഭയങ്കര കമ്പനി കിട്ടും. ശരസ്വറൊക്കെ ഭയങ്കര രസമായിട്ടാണ്, ചിത്ര ചേച്ചി ഭയങ്കര ക്യൂട്ടായിട്ടാണ് നിങ്ങളുടെ അടുത്ത് ചെയ്യുക. അവിടെ ആ ഒരു ബിഹേവിയറിൻ്റെ ഒരു രസമുണ്ട്. അതൊരു ഷോയ്ക്ക് അപ്പുറത്തേക്ക് ഒരു സൗഹൃദത്തിൻ്റെയും, പിന്നെ നിങ്ങൾക്ക് പാട്ട് പഠിക്കണമെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചോദിക്കണമെങ്കിൽ വരെ അവരെ വിളിച്ച് ചോദിക്കാവുന്ന ഒരു എന്താ പറയുക ഒരു ഗേറ്റ് വേ ഓപ്പൺ ചെയ്യുകയാണ്. അതൊരു ഭയങ്കര ഒരു ഭാഗ്യമല്ലേ? പിന്നെ അവരെ കോൺടാക്ട് ചെയ്ത് നമുക്ക് ചില സംശയങ്ങളൊക്കെ ചോദിക്കാൻ പറ്റും. ആ സൗഹൃദം ഇപ്പോഴും തുടരുന്നുണ്ടോ? നല്ല മെൻറ്ററിങ് ആ സ്റ്റീഫൻ ചേട്ടനൊക്കെ. എപ്പോൾ വിളിച്ചാലും എന്ത് പറഞ്ഞു തരും സ്റ്റീഫൻ ചേട്ടൻ. അതേപോലെ മഞ്ജരി ചേച്ചി, വേണുവെങ്കിലിനെ എനിക്ക് ചെറുപ്പം തൊട്ടേ അറിയാം. ഞങ്ങൾ ഷോസ് ഒക്കെ ചെയ്യാറുണ്ട്. വേണുവെങ്കിലിൻ്റെ 2-3 സ്റ്റേജ് ഞാൻ ചെയ്തിട്ടുണ്ട്. സൂര്യ സിംഗറിൽ പാടുന്ന സമയത്ത് എൻ്റെ ജഡ്ജായിരുന്നു വേണുവെങ്കിലും സുജാത ആൻറ്റിയും. അപ്പോൾ തൊട്ടേ അറിയാം. പിന്നെ സ്റ്റാർ സിംഗറിൽ വന്നതിന് ശേഷം വേണുവെങ്കിൽ തന്നെയായിരുന്നു ജഡ്ജ്.